നിങ്ങളൊരു സാംസങ്ങിൻ്റെ യൂസർ ആണെങ്കിൽ വീഡിയോ മുഴുവൻ കാണാം. ഇവിടെ കുറച്ച് സാംസങ്ങിൻ്റെ ഹിഡൻ ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. 99% ഓഫ് സാംസങ് യൂസേഴ്സിന് ഈ ഫീച്ചേഴ്സിനെ പറ്റി അറിയുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഫീച്ചർ പറഞ്ഞുതരാൻ പോണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചറാണ്. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും, ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാളിൽ പോയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ നമ്മൾ ചെയ്യും. നമുക്ക് ഇവിടെ സെക്യൂരിറ്റി പാച്ചിൽ മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വല്ലതുണ്ടെങ്കിൽ ഇവിടെ കാണാൻ കിട്ടും. പക്ഷെ നമുക്ക് വേറൊരു അപ്ഡേറ്റും കൂടി ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ ഫോൺ സെക്യൂറായി വെക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ താഴത്തേക്ക് പോവുക. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പോവുക. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റ് ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യും. വല്ലതും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തോളൂ. ഇന്നലെ എനിക്കൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, 80 MB സംതിങ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുമാതിരി ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇതേമാതിരി വന്നിട്ട് ഒന്നുകൂടി അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്ത ഫീച്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ലോസ്റ്റ് ആയി അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർ ആദ്യം എന്താ ചെയ്യുക, ആദ്യം തന്നെ അവർ പവർ ബട്ടണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പവർ ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോൺ പവർ ഓഫ് ആവും. പിന്നെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ ലോക്ക് സ്ക്രീൻ ആൻഡ് AOD ഉണ്ടാവും. ലോക്ക് സ്ക്രീൻ ആൻഡ് AODയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സെക്യൂർ ലോക്ക് സെറ്റിങ്സിനാവും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പാസ്വേഡ് അടിച്ചു കൊടുക്കും. ഇപ്പോൾ ഞാനൊന്ന് പാസ്വേഡ് അടിച്ചു കൊടുക്കട്ടെ. ഓക്കെ, പാസ്വേഡ് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ നമുക്ക് ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാവും. ഇത് ടേൺ ഓഫ് ആയിരിക്കും. ഇതൊന്ന് ടേൺ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ടേൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യാൻ നോക്കുകയാണെന്ന് വെച്ചാൽ കണ്ടില്ലേ, നമ്മളോട് പാസ്വേഡ് വയ്ക്കും, ഇല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വയ്ക്കാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേമാതിരി ആ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ തന്നെ ഓട്ടോ ഫാക്ടറി റീസെറ്റ്, ഈ ഓപ്ഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. എന്നാലും ഇതെന്താണ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 20 തവണ ആരെങ്കിലും തെറ്റായി പിന്നടിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി ഫാക്ടറി റീസെറ്റ് ആവും. മീൻസ് നിങ്ങളുടെ ഫോണിൻ്റെ ഫയൽസ്, ഇമേജസ്, വീഡിയോസ്, ഇമെയിൽസ് എല്ലാം ഡിലീറ്റ് ആവുന്നതാണ്. ഞാൻ ഓണാക്കി വെക്കാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ഓണാക്കി വെക്കണമെങ്കിൽ ഇത് ഓണാക്കി വെക്കാം. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഫീച്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ലോസ്റ്റായി, ഇപ്പോൾ നിങ്ങൾക്കത് ഫൈൻഡ് ചെയ്യണം എവിടെയാണെന്നെങ്കിൽ അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, ഫോൺ ഓഫ് ആണെങ്കിലും. അപ്പോൾ അതെങ്ങനെയാണ് ആ ഫീച്ചർ ഓണാക്കി വെക്കുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഉണ്ടാവും. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് താഴത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോസ്റ്റ് ഡിവൈസ് പ്രൊട്ടക്ഷൻ ആവും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ 3 ഓപ്ഷൻ നിങ്ങളൊന്ന് ഓണാക്കി വെക്കുക. ഓക്കെ, ഓണാക്കി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ ലോസ്റ്റ് ആവുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ സാംസങ് അക്കൗണ്ട് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ സാംസങ്ങിൻ്റെ അക്കൗണ്ട് ഓൺ ഇടുക. അതിൽ ഉണ്ട് നമ്മുടെ ഫോൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 2-3 ഫോൺ ഉണ്ടെങ്കിൽ അതിലത്തെ ഏത് ഫോണാണ് ലോസ്റ്റ് ആയിട്ട് അത് സെലക്ട് ചെയ്യുക. ഇനി ഒരു ഫോണാണെങ്കിൽ ആ ഫോൺ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് എവിടെയാണ് ആ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഫോൺ ഏത് ലൊക്കേഷനിലാണെന്ന് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സെറ്റിങ്സ് ഒന്ന് ഓണാക്കി വെക്കുക. ഇപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചാർജ് തീരെ കുറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പുറത്താണ്, നിങ്ങളുടെ ഫോണിൽ ചാർജ് തീരെ കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ വലിയ ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ വല്ലതും ആണെങ്കിൽ നിങ്ങൾക്ക് ചാർജിങ് പോയിൻ്റ് ഉണ്ടാകുമ്പോൾ അവിടെ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ അതത്ര സേഫ് അല്ല. ബിക്കോസ് നിങ്ങളത് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ആ കേബിൾ വെച്ച് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഡാറ്റ സ്റ്റീലാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പോവുക. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഓട്ടോ ബ്ലോക്കർ ഉണ്ടാവും. ഓട്ടോ ബ്ലോക്കർ ഇങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഓഫായിട്ടാവും കിടക്കുന്നുണ്ടാവുക. നിങ്ങൾ ഒന്ന് ഓണാക്കി വയ്ക്കുക. എത്ര മാത്രം മതി. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് നിങ്ങളുടെ ഫോണിൽ ബാറ്ററി കുറവാണെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും ഒന്ന് ടേൺ ഓൺ ആക്കി വയ്ക്കുക. ഇപ്പോൾ അടുത്ത ഫീച്ചേഴ്സ് നോക്കുകയെന്ന് വെച്ചാൽ സെക്യൂർ ഫോൾഡർ. ഇപ്പോൾ സെക്യൂർ ഫോൾഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണിൽ. അപ്പോൾ ഈ സെക്യൂർ ഫോൾഡറിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോസ്, വീഡിയോസ്, ആപ്ലിക്കേഷൻസൊക്കെ നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഭയങ്കര സെക്യൂർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സെക്യൂർ ഫോൾഡർ നമുക്ക് ഈ ആപ്പ് ഡ്രോയിൽ നിന്ന് എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട്
അധികമൊന്നും ചെയ്യേണ്ട. നമുക്ക് ഈ കൺട്രോൾ സെൻറ്റർ ഉണ്ടല്ലോ, കൺട്രോൾ സെൻറ്ററിൽ ഇവിടെ ആപ്പ് സെക്യൂർ ഫോൾഡറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെക്യൂർ ഫോൾഡർ ഇവിടുന്ന് പോയിണ്ടാവും, കണ്ടില്ലേ? അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതേമാതിരി അൺഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നുകൂടി ക്ലിക്ക് ചെയ്യുക, ഇവിടെ അൺഹൈഡ് ആവണതാണ്, കണ്ടില്ലേ? അപ്പോൾ ഇത് മാറ്റി നമുക്ക് ഹൈഡും അൺഹൈഡും ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കത് ഓപ്ഷൻ കാണാൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്കിവിടെ പെൻസിൽ മാർക്ക് ഉണ്ടല്ലോ, ഒന്ന് സൂം ചെയ്യട്ടെ. ഈ പെൻസിൽ മാർക്ക് ഉണ്ടല്ലോ, ഈ പെൻസിൽ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യേണ്ട എഡിറ്റിൽ പോവുക. എഡിറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ സെക്യൂർ ഫോൾഡറിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ കിട്ടും. അത് സിംപ്ലി ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഡൺ കൊടുക്കുക. നമുക്ക് ആ ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതേമാതിരി സെക്യൂർ ഫോൾഡറിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ സെക്യൂർ ഫോൾഡർ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. സെക്യൂർ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ സെക്യൂർ ഫോൾഡർ നമ്മൾ ബാക്ക് വരാന്ന് വെച്ചാൽ നമ്മൾ വേറെ ആരെങ്കിലും കയ്യിൽ ഈ ഫോൺ കൊടുക്കാന്ന് വെച്ചാൽ അവർക്ക് ഈസി ആയിട്ട് നമ്മുടെ സെക്യൂർ ഫോൾഡറിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ കാണാൻ പറ്റും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സെക്യൂർ ഫോൾഡറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ സെക്യൂർ ഫോൾഡർ ലോക്ക് ആവണം. അത് അങ്ങനെയാണ് ആ ഓപ്ഷൻ വയ്ക്കുക, നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെക്യൂർ ഫോൾഡറിൽ പോവുക. സെക്യൂർ ഫോൾഡറിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ 3 ഡോട്ട് ഉണ്ടാവും. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഓട്ടോ ലോക്ക് സെക്യൂർ ഫോൾഡർ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഡിഫോൾട്ടായിട്ട് വെൻ സ്ക്രീൻ ടേൺസ് ഓഫ് ആയിട്ടാവും ഇത് സെലക്ട് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ ഈച്ച് ടൈം ഐ ലീവ് ആൻ ആപ്പ് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ എപ്പോൾ എക്സിറ്റ് ആവണോ അപ്പോൾ ഈ സെക്യൂർ ഫോൾഡർ ലോക്ക് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷനിൽ നിന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. അടുത്ത ഫീച്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ അത്ര സെക്യൂർ ഫീച്ചർ അല്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലേ ഈ 2 ലോക്കിൻ്റെ സിമ്പിൾ. നമുക്ക് ഏതെങ്കിലും ആൽബം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ക്വിക്ക് ഷെയർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് വേണം, അല്ലെങ്കിൽ എൻ്റെ പിന്ന് വേണം, എന്നാലാണ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കണ്ടില്ലേ? ഇതുമാതിരിയാണ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ആ ഓപ്ഷൻ മീൻസ് ആ സെറ്റിങ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 3 ലൈൻ ഉണ്ടല്ലോ, ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്കുമ്പോൾ എബൌട്ട് ഗാലറി ഉണ്ടാവും. എബൌട്ട് ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേർഷൻ നമ്പറിൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഗാലറി ലാബ്സ് ഓപ്ഷൻ ആക്ടിവേറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ആൽബം എൻട്രി ലോക്സ് ഉണ്ടാവും. അത് ഓഫായിരിക്കും നമ്മുടെ ഫോണിൽ. അത് ഓണാക്കി വയ്ക്കുക. ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ആൽബം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് സിംപ്ലി ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് മോറിൽ പോകുമ്പോൾ നമുക്കിവിടെ ലോക്ക് ആൽബമും ഉണ്ടാവും. അപ്പോൾ ലോക്ക് ആൽബത്തിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ആൽബം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ചെറിയൊരു ഡിസ്ക്ലെയിമർ എനിക്ക് തരാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് അത്ര സെക്യൂറായ ഫീച്ചർ അല്ലാന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ സാംസങ്ങിൻ്റെ ഗാലറി ആപ്ലിക്കേഷൻസിൽ ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് മീൻസ് പ്ലേ സ്റ്റോറിനും വേറെ ഏതെങ്കിലും ഗാലറി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോൺ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാന്ന് വെച്ചാൽ അവർക്ക് ഈ ലോക്ക് ചെയ്ത ആൽബംസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അത്ര സെക്യൂറായ ഓപ്ഷൻ അല്ല. ഇതൊക്കെയായിരുന്നു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ എന്തായാലും ഈ ഫീച്ചേഴ്സ് ഒന്ന് ടേൺ ഓൺ ആക്കി വയ്ക്കുക. പിന്നെ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്